ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പീഡനം എന്ന് പറയും. ഈ പീഡനം എന്ന് പറയുന്നതേ തെറ്റാണ്. സമ്മതത്തോട് പോയി രണ്ടുപേരുടെ സമ്മതത്തോടാണ്, സ്ത്രീയുടെയും പുരുഷന്റെ സമ്മതത്തോടാണ് പോയി ഈ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നത്. ഈ പീഡനവും പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും നമ്മൾ നല്ല വ്യത്യാസമല്ലേ? ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണെങ്കിൽ പോലും അതൊരു പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവസാനം അതെങ്ങനെ പീഡനമായിട്ട് മാറും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന വ്യക്തി അല്ല ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പരസ്പര ഇഷ്ടത്തോടാണ് പോയിട്ട് ഈ സംഭവം ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പീഡനം എന്ന് പറയും. ഈ പീഡനം എന്ന് പറയുന്നതേ തെറ്റാണ്. സമ്മതത്തോട് പോയി രണ്ടുപേരുടെ സമ്മതത്തോടാണ്, സ്ത്രീയുടെയും പുരുഷന്റെ സമ്മതത്തോടാണ് പോയി ഈ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് എല്ലാം കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അതെങ്ങനെ പീഡനമാകുന്നത്? പീഡനം എന്ന് പറഞ്ഞാൽ അല്ലെ റേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഒരു സമ്മതം ഇല്ലാതെ ചെയ്യുന്നതാണ് പീഡനം, റേപ്പ്. അതിന്റെ അങ്ങനെ ഒരു കേസ് കൊടുത്താൽ ഓക്കെ. അല്ലാതെ രണ്ടുപേരെ സമ്മതത്തോട് പോയി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പീഡിപ്പിച്ചു ഒരു വട്ടം ഓക്കെ, 2-3 വട്ടം അതെങ്ങനെ പീഡനമാകുന്നത്? 4-5 വട്ടം ഉള്ളത് എങ്ങനെ പീഡനമാകുന്നത്? അതൊരിക്കലും പീഡനമല്ല.